നമസ്കാരം. പെൻഷനുകൾ നൽകുക എന്നത് നമ്മുടെ തൊഴിലാളി സർക്കാരിന് ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ ഇന്നും 5 തവണകളോളം മുടക്കി പാവപ്പെട്ട വിധവകൾക്കും തൊഴിലാളികൾക്കും അതുപോലെ കർഷക തൊഴിലാളികൾക്കും ഒക്കെ കൊടുക്കുന്നത്. ദാനം പോലെ, അതായത് 5 തവണ മുടക്കി പിന്നീട് ഓരോ മാസത്തെ പെൻഷനാണ് ഇന്ന് പിടിച്ചോ എന്ന മട്ടില് നമ്മുടെ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി മടിയാണ് കേട്ടോ നമ്മുടെ സംസ്ഥാന സർക്കാരിന് പെൻഷൻ എന്ന ആ പെൻഷൻ സ്കീമിലേക്ക് ഒന്ന് കൈകടത്താൻ അവർക്ക് ഭയങ്കര മടിയാണ്. എന്താ കാര്യം എന്നറിയില്ല. കാരണം പൈസ മുടക്കാൻ കഴിയില്ല അത്രേ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കാൻ നമ്മുടെ തൊഴിലാളി സർക്കാരിന് ഇമ്മിനി വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, ഒരു സംശയമില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോ പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരു മിനിമം പെൻഷൻ ഉണ്ടാകും എന്ന് നമ്മുടെ ബജറ്റില് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോ ഏകീകൃത പെൻഷൻ നടപ്പിലാക്കി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അത് നടപ്പിലാക്കാനുള്ള പുറപ്പാടിലാണ് പല സംസ്ഥാനങ്ങളും, കേന്ദ്രം ഉൾപ്പെടെ. എന്നിട്ടും 10 മാസം കഴിഞ്ഞിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ അതില് എന്താ പറയുന്നത്, ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഒരു കുലുക്കവുമില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരാണ് അതുകൊണ്ട് ഇപ്പൊ വെട്ടിലാകാൻ പോകുന്നത്, അല്ലെങ്കിൽ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ച് ഒരനക്കവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് എന്ത് നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് ആർക്കും യാതൊരു പ്രതീക്ഷയുമില്ല. അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്ന 2013 ആ 2013 തൊട്ട് ഏറ്റവും കുറഞ്ഞ വിഹിതം പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ്, നമ്മുടെ കേരള തൊഴിലാളി സർക്കാരാണ്. കാരണം വെറും 10%. മറ്റു കേന്ദ്രവും മറ്റു സംസ്ഥാനങ്ങളും, എല്ലാ സംസ്ഥാനങ്ങളും 14% ആക്കിയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരിന് മാത്രം എന്തോ അറിയില്ല. സ്വകാര്യ ഫണ്ടുകളിലേക്ക് കോടികൾ അടയ്ക്കുമ്പോഴും സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് കോടികൾ ഒഴുകുമ്പോഴും നമ്മുടെ തൊഴിലാളി സർക്കാരിന് പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കുന്ന വെറും 10% വിഹിതം മാത്രം. 18% ഏകീകൃത ഫണ്ടിലേക്ക് അടയ്ക്കാൻ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ശതമാനം എന്നിരിക്കെ അത് അടയ്ക്കാൻ തങ്ങളെ കൊണ്ട് താങ്ങില്ല, അതൊരിക്കലും ഞങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല എന്നാണ് മുഖ്യനും ടീമുകളും പറയുന്നത്. എല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, എല്ലാം ഗവൺമെന്റിന്റെ തൊഴിലാളികളുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റിന്റെ തൊഴിലാളികളാണല്ലോ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും നമ്മുടെ ക്ഷേമ സർക്കാരിന്, ക്ഷേമ പെൻഷൻ കൂട്ടിയ സർക്കാരെന്ന് വീമ്പളക്കുന്ന സർക്കാരിന്, അല്ലെങ്കിൽ പെൻഷനുകൾ ഞങ്ങളാണ് ഇത്രയും ആക്കിയതെന്ന് വീമ്പളക്കുന്ന സർക്കാരിന് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതൊന്നും ചെയ്യില്ല എന്ന തത്രപ്പാടിലാണ്. ഏതാണ്ട് 2.5 ലക്ഷത്തോളം ജീവനക്കാരാണ് ഇതുമൂലം വഴിയാധാരമാകാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഇപ്പോഴും അമാന്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും തങ്ങൾക്ക് പറ്റില്ല എന്ന നിലപാടിലാണോ അവർ ഇപ്പോഴും തുടരുന്നത്? അതോ ഞങ്ങൾക്ക് സൗകര്യമുള്ളതെ കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന നിലപാടാണോ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? അറിയേണ്ട ബാധ്യത അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാവപ്പെട്ട പൊതുജനത്തിനുണ്ട് എന്ന് ഏമാന്മാർ അറിഞ്ഞാൽ കൊള്ളാം. എന്തായാലും പെൻഷൻ കൊടുക്കാൻ മാത്രമാണ് സർക്കാരിന് ബുദ്ധിമുട്ട്. അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പദയാത്രയ്ക്കും മറ്റേ ബസ് യാത്രയ്ക്കും ഒക്കെ ചെലവാക്കാൻ എത്ര കോടികൾ മുടക്കിയാലും, എത്ര ദാരിദ്ര്യത്തിലും നമ്മുടെ സംസ്ഥാന സർക്കാരിന് അതിനൊക്കെ പൈസയുണ്ട്. എന്നാൽ പാവപ്പെട്ട ഒരായുഷ്കാലം മുഴുവനും വേണ്ടി സർക്കാരിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം അത് കേന്ദ്രം അനുമതി കൊടുത്താലും തങ്ങൾ ചെയ്യില്ല എന്ന നിലപാടിലാണ്. അതോടൊപ്പം തന്നെ വിജ്ഞാപനം ഇറക്കുമ്പോൾ മുതലാണ് പെൻഷന്റെ കാലയളവ് കണക്കാക്കേണ്ടത് എന്നാണ് കേന്ദ്രം, സുപ്രീം കോടതി നിയമം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്നാണോ ജോലിയിൽ പ്രവേശിക്കുന്നത് അന്ന് തൊട്ടേ കൊടുക്കുമെന്ന വാശിയിലാണ്. എന്നാൽ പോട്ടെ, അന്ന് തൊട്ടുള്ളത് കൊടുത്താലെങ്കിലും കൊള്ളാം. ഇതിപ്പോ അതുമില്ലാത്ത അവസ്ഥയിലേക്കാണ്, ഗതികേടിലേക്കാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ജീവനക്കാർക്ക്, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് എന്തായാലും ചെകുത്താന്റെ നാട്ടിലെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. ഇനിയെങ്കിലും കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ തൊഴിലാളി സർക്കാരെ, അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾ തൊഴിലാളികളോടൊപ്പം എന്ന ടാഗ് ലൈൻ അവസാനിപ്പിക്കൂ.